അജയൻ്റെ കൂടെ താമസിച്ചപ്പോഴാണ് എനിക്ക് ലൈക്ക് ജോൺ അബ്രഹാം, ഭരതേട്ടൻ, പത്മരാജൻ, അരവിന്ദനൊക്കെ അത് വേറൊരു മുഖത്തിലേക്ക് എനിക്ക് വന്നിട്ട് ഡെഫിനറ്റായിട്ട് എൻ്റെ ഒരു ഷിഫ്റ്റ് ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. തെലുങ്ക് നിനക്ക് ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തമിഴേ അറിയില്ല, അപ്പോൾ പിന്നെ തെലുങ്കിന് അതുകൊണ്ടോ ഞാൻ തമിഴ് എഴുതുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ഗിബ്രിഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഡയലോഗിന് ആദ്യത്തെ ഡയലോഗ് അവസാനത്തെ ഡയലോഗും പറഞ്ഞിട്ട് പിന്നെ എക്ക മൊക്ക മൊക്ക എന്നൊക്കെ പറഞ്ഞു. ലൈഫിന് ത്രെറ്റ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എപ്പോഴും കത്തിയായിട്ട് കിടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെ ബൈക്ക് ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ബട്ട് സംവേ ദേ ലൈക്ക് മീ വെരി മച്ച്. കൂടുതൽ രാഗം റിലീസായി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞു ഐസോ മൈസോ ആ വാസ് എ സ്റ്റാർ. പുള്ളി എൻ്റെ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ ആദ്യം എന്നെ റിജക്ട് ചെയ്താ. റിജക്ട് മീൻസ് ശരിയാവുന്ന അത്ര ഒരു പെക്യൂലിയർ ക്യാരക്ടർ. അത് ശരിക്കും ഒരു നക്സലൈറ്റിൻ്റെ ക്യാരക്ടറാണ്. ഒരു സെറ്റിൽ നിന്ന് 9 വന്ന് അടുത്ത വാരീസിൻ്റെ ഷൂട്ട് രജനി ശ്രീദേവി ഒരു ഷോട്ട് ഇവിടെ അഭിനയിച്ച് ഹാസൻ്റെ തിമിംഗലം എന്ന് പറഞ്ഞ പടം 8 നടന്നുകൊണ്ട് മേക്കപ്പ് ചെയ്ത് ഇവിടെ വന്ന് അഭിനയിച്ചു. ഒറ്റ ഷോട്ടിൽ അപ്പുറത്ത് പോയി അഭിനയിച്ച് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോട്ട് വരെ ഇവർ വെയിറ്റ് ചെയ്യും. എന്നെ എൻ മണ്ണിൽ പുതൈത്തായി പകൈവനെ എൻ മണ്ണ് നീ എങ്കി പുതൈപ്പായി. അതിലാണ് അവസാനിക്കുന്നത്. എന്നെ എൻ്റെ മണ്ണിൽ കുഴിച്ചിടാം, പക്ഷെ എൻ്റെ മണ്ണ് നീ എവിടെ കുഴിച്ചിടും. ഒരു സ്ത്രീ ഇപ്പോൾ എനിക്ക് സിസ്റ്റർ ഇല്ല, പക്ഷെ ഞാൻ അതിന് എനിക്കുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കണ്ടേ. അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ട് അതിനൊരു ഉത്തരം കിട്ടാതെ പോവുക എന്ന് പറയുന്നത്, ന്യായം കിട്ടാതെ പോവുക എന്ന് പറയുന്നത് നമ്മൾ ഈ സൊസൈറ്റിയോട് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു കുട്ടി, അപ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിക്കാണെങ്കിൽ എന്തായിത്തീരും? അത് അപ്പോൾ എന്ത് ചങ്കൂറ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്? ന്യായങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഈ ലോകം എന്താവും? നമ്മുടെ ജീവിതം എന്താ അർത്ഥം ഉണ്ടാവും? ചെന്നൈ അടയാറിലാണ് പഠനം. അത് കഴിഞ്ഞ് ഒരു തലൈരാഗം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് മികച്ച സംവിധായകര്, മികച്ച സിനിമകള്, പ്രിയ നടനായി നിൽക്കുമ്പോഴാണ് പിന്നെ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഭയങ്കര ഒരു മോഹത്തിൽ ഇപ്പോൾ ഇതിനൊരു ബേസിക് ഒരു ഘടനയുണ്ട്. ആക്ച്വലി എൻ്റെ ഫാൻറ്റസിയൊക്കെ ആയിരുന്നു അഭിനയിക്കുക എന്നുള്ളത്. അത് MGR സിനിമ കണ്ടു വന്ന ഒരുത്തനാണ് ഞാൻ. വലിയ വേൾഡ് സിനിമയുടെ ഒരു ഭാഗമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഇവിടെ നിന്ന് പൂനെ പഠിക്കാൻ പോകുന്ന സമയത്ത്, ഡിഗ്രിയുടെ കാലത്ത് ബ്രെത്ത്ലെസ് കണ്ടിട്ടുണ്ട്. അപ്പോഴും എനിക്കതിൻ്റെ എൻഡിങ് കാണുമ്പോഴത്തേക്ക് ആ ഹീറോ മരിക്കുന്നതല്ല, നമ്മുടെ കൺസെപ്റ്റിൽ MGR ജയിക്കുന്നതാണ്. അപ്പോൾ എന്നെ ഒറ്റിക്കൊടുക്കണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം അതിൻ്റെ എൻഡിൽ ഹീറോ മരിക്കുകയാണ്. ആക്ച്വലി പോലീസിൻ്റെ വെടികിട്ട് ഇപ്പം നമ്മൾ അതുവരെയും ഇവൻ ഹീറോയിക്കായിട്ട് അവർക്ക് പിടുത്തം കൂട്ടാതെ അവിടെ നിന്നും അവൻ അവസാന സമയത്ത് രക്ഷപ്പെടുന്നുള്ളൊരു ഹോപ്പിൽ വെക്കുമ്പോഴാണ് മരിച്ചത്. ഭയങ്കര അപ്പോൾ അന്നത് ഭയങ്കര ഫേമസ് ഫിലിമായിരുന്നു, അത് പഠിക്കേണ്ട സിനിമയായിരുന്നു. പിന്നീട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുവാണ്. അപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ മാറുന്നതിനും അതിനൊരു ബേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് റോഷ്മാൻ ഫസ്റ്റ് ഞങ്ങൾ സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ എവറി വീക്കുള്ള സ്ക്രീനിങ് കാണുന്നത്. അപ്പോൾ റോഷ്മാൻ കണ്ടപ്പോഴത്തേക്കും ആകെ ഒന്ന് കിളിപോയി. കാരണം അതുവരെയും കണ്ടിരുന്ന മറ്റ് സിനിമകൾ, അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള ഞാനൊരു MGR ഫാൻ ആയതുകൊണ്ട് അവരുടെ എല്ലാ സിനിമകളും ഞങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് അത് ടെൻറ്റ് കടകൾ തിയേറ്ററിലൊക്കെ പോകുന്ന ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് സ്കൂളിലോട്ട്. വന്ന് ശത്രുഘ്ൻ സിൻഹ ഒക്കെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുക. അപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകളാണ്. അങ്ങനെയാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ആവേശം വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ആക്ടേഴ്സിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ട് വന്നു. പെട്ടെന്ന് നമ്മൾ ആകർഷിച്ചു ഗുഡിയൊക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ കുറേ നാളായി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേരണം എന്നുള്ള ഒരു ആഗ്രഹമായി. അത്രയും ആഗ്രഹിച്ചു തന്നെയാണ് അടയാറിൽ. പിന്നെ അത് വലിയ പ്രശ്നമായിരുന്നു. കാരണം ഞാനിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ്, അവർക്കൊക്കെ എതിരായിരുന്നു. like their concept was totally different. Okay,
പക്ഷേ ഞാനതിന് ഇവിടെ നിന്ന് പൂനെ പോയി. പൂനെയിൽ നിന്ന് ഞാൻ തന്നെ വന്ന് എൻ്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് അഡ്മിഷൻ മേടിച്ച്. പിന്നെ മദറിനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഫാദർ പറഞ്ഞ് കുഴപ്പമില്ല, 2 വർഷം അവിടെ പോയിട്ട് തിരിച്ചു വന്നോളൂ, പിന്നെ അവൻ മര്യാദയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് പോയിക്കോളൂ. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്. റോഷ്മാൻ കണ്ടു കഴിഞ്ഞപ്പോൾ കിളി പോയി. അപ്പോൾ പിന്നെ ഞാൻ സിനിമ പഠിക്കാൻ അതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. ചർച്ചയെക്കുറിച്ച് പറയാൻ ഞാൻ എൻ്റെ എല്ലാ സീനിയേഴ്സുമായിട്ട് ഞാൻ എൻ്റെ ഓഡീഷൻ മീൻസ് ഞങ്ങൾക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു ആക്ച്വലി വന്നിട്ട്. കാരണം പുറത്ത് 2-3 സീറ്റ് മാത്രമേ പുറത്ത് എല്ലാത്തിനും കൂടി കൊടുക്കുകയുള്ളൂ, ബാക്കിയൊക്കെ തമിഴ്നാടുകാർക്കാണ്. അപ്പോൾ അതിന് ആ സമയത്ത് ഞങ്ങൾ കുറേ പേരുമായിട്ട് പരിചയപ്പെട്ടായിരുന്നു, എൻ്റെ സീനിയേഴ്സുമായിട്ട്. ദേ ഹാഡ് എ ഹോപ്പ് ഓൺ മീ. സോ ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. അപ്പോൾ ഞാൻ ഇവരുമൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഇതിന് അന്ന് കയറി പറഞ്ഞു, ഇതിനെക്കുറിച്ചിട്ട് പറയാൻ അവരെന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു യാത്ര ഈ എള്ളു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സീനിയറായിരുന്നു സൂപ്പർ സീനിയർ പെരുന്തച്ചൻ ചെയ്ത അജയൻ, തൂപ്പിലുവാസിയുടെ മോൻ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ അത് ഒരു പക്ഷേ എനിക്കന്ന് ബൈക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് ഇവർക്ക് ലൊക്കേഷൻ കാണാനൊക്കെ ആയിട്ട് എന്നെ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ എല്ലാവരുടെ അസിസ്റ്റൻ്റായിരുന്നു ലൊക്കേഷൻ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 3-4 പേർക്കുള്ളൂ. മോഹൻ കൃഷ്ണൻ, NTRയുടെ മകൻ, BS രംഗയുടെ മകൻ, അവർക്കാണ് ബൈക്കുകളുള്ള. അപ്പോൾ എന്നെ പിന്നെ ആക്ടറാണല്ലോ, എനിക്ക് പിന്നെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അതിൻ്റെ ആക്ടറായിട്ടും എല്ലാവരുടെയും ഡിപ്ലോമ ഷോർട്ട് ഫിലിം മറ്റേ ഒരുപാട് പ്രാക്ടിക്കൽസ് ഉണ്ട് ഞങ്ങൾക്ക് സീനിയേഴ്സ്, 3 വർഷ കോഴ്സ് എല്ലാവരുടെ. അപ്പോൾ എല്ലാവർക്കും വന്നിട്ടുള്ള അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ നോക്കാനും കാര്യങ്ങൾക്ക് പോകാനായിട്ടുള്ള അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാനും അതിലൂടെ സിനിമ കറക്റ്റായിട്ട് പഠിക്കാനും. അപ്പോൾ അജയൻ്റെ കൂടെ താമസിച്ചപ്പോഴാണ് എനിക്ക് ലൈക്ക് ജോൺ അബ്രഹാം, ഭരതേട്ടൻ, പത്മരാജൻ, അരവിന്ദനൊക്കെ അത് വേറൊരു മുഖത്തിലേക്ക് എനിക്ക് വന്നിട്ട് ഡെഫിനറ്റായിട്ട് എൻ്റെ ഒരു ഷിഫ്റ്റ് ശരിക്കും സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രീമിൽ. അഭിനയിക്കാന്നുള്ള കുറച്ച് ഈ ഫിലിം സ്റ്റഡീസ്, ഫിലിം കൂടുതലും ഫിലിമിൻ്റെ ചർച്ചകൾ. അപ്പോൾ ഐ വാസ് ഇൻട്രൊഡ്യൂസ് ടു ഖാലിദ് ജിബ്രാൻ, സാത്രെ, കാമുവിൻ്റെ കഥകൾ, ഇതൊക്കെ ഇവരുടെ ഡിസ്കഷനിൽ വന്നപ്പോൾ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചേക്കും. അപ്പോൾ ഒരു മണ്ടനായിട്ട് നിൽക്കാതിരിക്കാൻ ഞാൻ ഇത് വായിക്കേണ്ട ഒരു ഫോഴ്സ്ഫുള്ളായിരുന്നു ശരിക്കും. അപ്പോൾ വാശിക്ക് ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ ഇവരുടെ പോയിലിരിക്കുമ്പോൾ ഒരു മണ്ടനെ പോലെ ഇരിക്കുമോ. സോ ഒരു ഇൻ്റലക്ച്വൽ ടോക്ക് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവരുടെയൊക്കെ. ഒരു ചെറിയ ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ബേസിക്കലി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ ഞാൻ സ്ലോലി താടിയൊക്കെ വളർത്താൻ തുടങ്ങി, ചെറിയ കുരുത് താടിയൊക്കെ വരാൻ തുടങ്ങി, ഷേവ് ചെയ്യാതെയൊക്കെ തുടങ്ങി. ആ സമയത്തേക്ക് വന്നിട്ടുള്ളത് സ്ലോലി അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നു. പക്ഷേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പടം ആണ് എല്ലാവരും കൂടി എടുത്ത ഒരു പടത്തിൻ്റെ തന്നെ പറയാം, ഒരുതല രാഗം. അപ്പോൾ ആ പടം അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല പടങ്ങളിൽ അഭിനയിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാം കോൺടാക്റ്റ് വൈസ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫസറായിട്ട് വന്നിട്ട് P. ഭാനുമതി. അപ്പോൾ അവർ എൻ്റെ ഈ വർക്കുകളൊക്കെ കണ്ടിട്ട് അവരെന്നെ വന്നിട്ട് തമിഴിലേക്കും തെലുങ്കിലേക്കും എടുത്തത്. ആദ്യം തമിഴിലേക്കാണ് എടുത്തത്. അപ്പോൾ അവർക്ക് നമ്മൾ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കാം. നമുക്ക് ആ സിസ്റ്റം അറിയില്ലല്ലോ. അപ്പോൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുക. ഇവരുടെ ലേഡി MGR എന്നാണ് വിളിക്കുന്നത്, ഭരണി സ്റ്റുഡിയോയുടെ ഒക്കെ ഓണർ. അപ്പോൾ ഇവർക്ക് ഭയങ്കര കാര്യമായി, ബോൾഡാണ്. അപ്പോൾ ഇവർ എന്നോട് ചോദിച്ചു, തെലുങ്ക് നിനക്ക് ചെയ്യാവോ? ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തമിഴേ അറിയില്ല, അപ്പോൾ പിന്നെ തെലുങ്കിന് ഞാൻ തമിഴ് എഴുതുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ഗിബ്രിഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഡയലോഗിന് ആദ്യത്തെ ഡയലോഗ് അവസാനത്തെ ഡയലോഗും പറഞ്ഞിട്ട് പിന്നെ എക്ക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ്. അവർക്ക് ഭയങ്കര താല്പര്യമായി. സോ അവരെടുക്കുന്ന 2 പടത്തിലും എന്നെ അവരെടുത്തു. ആ സമയത്ത് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന ശരത് ബാബു അവരൊരു ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു. അവരൊരു ബന്ധപ്പെട്ട് PC റേഡിയോ തെലുങ്ക് തമിഴ്. അപ്പോൾ അതിലേക്ക് പോയി. അങ്ങനെ ഈ ഒരുതരാഗം എല്ലാം വന്ന് ഞാൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് പടങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ലിങ്കിൽ കിട്ടി കഴിഞ്ഞു. പെട്ടെന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു, ദിസ് ഗൈ ഈസ് സംതിങ് ആക്ച്വലി ഔട്ട് ഓഫ് ദ ബോക്സ്. ലൈക്ക് എൻ്റെ ബിഹേവിയർ എല്ലാം വേറൊരു കൾച്ചർ. അത് തന്നെ. കാരണം ചുരുണ്ട മുടി ഒക്കെ ആയിട്ട് താടിയൊക്കെ അപ്പോഴത്തേക്കും ആക്റ്റീവ് മാടിച്ചല്ലോ. ചുരുണ്ട മുടിയും എൻ്റെ ലുക്കും ഞങ്ങൾ ഈ പഠിക്കുമ്പോഴാണ് അന്നത്തെ.
ബൈക്കിലുള്ള അഭ്യാസം കാണിക്കൽ, ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ബൈക്കിൽ കിടന്നോടിക്കുക, അങ്ങനെ മുഴുവനും അതെല്ലാം ഇവർക്ക് ഭയങ്കര താല്പര്യം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ഒരുപാട് ടോക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരുത്തൻ വന്നിട്ട്, അപ്പം ഞാനിവിടെ നിന്ന് ഒരുപാട് പ്രോബ്ലങ്ങളിൽ പെട്ടവനായതുകൊണ്ട് അങ്ങനെ എന്തിനേയും ഫേസ് ചെയ്യുന്ന ഒരുത്തനായിരുന്നു. ഈ സ്ട്രീറ്റ് ഫൈറ്റ് അതൊക്കെ ആയിട്ട് അതെല്ലാം വന്നിട്ടുള്ളത് പെട്ടെന്ന് എനിക്ക് സിനിമയിൽ ഗുണം ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതികൾ ലൈക്ക് അടിപിടി കുത്ത് അങ്ങനെയുള്ള പരിപാടികളിൽ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു ഞാൻ. അടിപിടിയിലൊക്കെ അങ്ങനെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണോ? സുഹൃത്തുക്കൾ അങ്ങനെ ആയി പോവാണ്. അങ്ങനെ അത് സ്ഥിരമായി. അങ്ങനെ ഒരുപാട് സീരിയസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വളരെ സീരിയസ് ഇഷ്യൂസ്. ഇങ്ങനെ പോലീസുകാരൊക്കെ തന്നെ കേസൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ വാണ്ടഡ് ലിസ്റ്റിൽ നിൽക്കുന്ന സമയം അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റേറ്റ് വിടേണ്ടി വന്നത്. അങ്ങനെയാണ് പൂനെയും പോയത്. അത് നമ്മുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ സെലക്ട് ചെയ്ത് പൂനെ. അങ്ങനെയാണ് അവിടെ നിന്ന് മദ്രാസ് വന്നത്. അപ്പോൾ ടോട്ടലി അവിടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലും ഞങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസുമായിട്ടുള്ള മറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ 14. അവരുമൊക്കെ ആയിട്ടുള്ള അടിയിലൊക്കെ വന്നിട്ട് നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേർ സ്വതവേ അങ്ങനെയല്ല. അപ്പോൾ അതെന്താ പറഞ്ഞാൽ ഏത് സമയത്തും എനിക്ക് ലൈഫിന് ത്രെട്ട് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എപ്പോഴും കത്തിയായിട്ട് കിടക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബൈക്ക് ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ബട്ട് സംവെയർ ദേ ലൈക്ക് മീ വെരി മച്ച്. ഈവൻ എൻ്റെ പ്രിൻസിപ്പൾ ശരിക്കും ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്താലും പുള്ളി എന്നെ ഡിസ്മിസ് ചെയ്തിട്ടില്ല. ഒരുപാട് പിള്ളേർ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കഥകളൊക്കെ അളകപ്പനും ഒക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഇത് ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് അതിനും പുള്ളി പറഞ്ഞ് അതിനെ ചെയ്യേണ്ടതെന്നാണ്. അപ്പം ആരുണ്ടായിരുന്നു എന്താ പറയുക, പലർക്കും ചെറുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതിന് ആരാണെന്നുള്ള ചില ആൾക്കാർക്കൊക്കെ. അഫ്കോഴ്സ് മലയാളീസൊക്കെ ഞങ്ങളുടെ സപ്പോർട്ടായിരുന്നു. ആ ഒരു ലൈഫ് ആയതുകൊണ്ട് ആക്ടിങ്ങിലേക്ക് എനിക്ക് വന്നിട്ട് ഞാൻ ചെയ്ത ക്യാരക്ടറിലൊക്കെ എനിക്ക് ഈസി ആയിട്ട് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ സാധിച്ചു. കാരണം ഈ ഫൈറ്റായാലും ശരി എല്ലാത്തിലും ഞാൻ ഇടപെട്ടല്ല. ഡാൻസും ഫൈറ്റും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ പൂനെയിൽ ഏത് സമയത്തും ഡാൻസിന് പോകുന്ന അവിടെ അങ്ങനെ ഞാനും വിചാരിച്ചു ഇങ്ങനെയാണ് ഡാൻസിലേക്ക്. ആ ഡാൻസ് എന്ന് പറഞ്ഞാൽ പൂനെയിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് ഡാൻസ് ചെയ്തില്ലെങ്കിൽ പാർട്ട്ണറെ കിട്ടില്ല. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്ത് പാർട്ട്ണർ വരുമല്ലോ. അപ്പോൾ ഭയങ്കര നമ്മൾ നന്നായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടബിൾ ആവും. ഇപ്പം ഞാൻ അവിടെ ഗോവൻസിൻ്റെ ഒപ്പമാണ് നടന്നിരുന്നത്. ഞാൻ എൻ്റെ പേരൊക്കെ മല്ലു പേരിൽ നിന്ന് മാറ്റി ഒരു ഗോവൻ പേരൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു ഗോവൻ ഫോമിലാണ് നടന്നത്. എന്നാലാണ് നമുക്കവിടെ അങ്ങനെ ഒരു ഫൺ ലവിങ് ആയിരുന്നു ഞാൻ. ലൈഫിൽ ഇതൊരു നമ്മുടെ അവിടെ പഠിക്കുക എന്നുള്ളതല്ലല്ലോ, എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനുള്ളതാണല്ലോ. അപ്പോൾ അതിനെ മാക്സിമം പൂനെയിലെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. തമ്പി ഏലിയാസ് അന്ന് മാറ്റിയതാണോ പേര്? അല്ല, അന്ന് തന്നെ പേര് ഡാനി ഡുപ്രാറ്റ് എന്നുള്ളതായിരുന്നു. ചുമ്മാ ഒരു ഡുപ്രാറ്റ് ഫാമിലി എന്നായിരുന്നു ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മളെന്താ പറഞ്ഞാൽ ഒരു ലൈഫിലുള്ള ഒരു ഈ എന്തെല്ലാം കോമാളിത്തരങ്ങൾ ഒരു നമ്മുടെ ഫാൻറ്റസി ചെയ്യാൻ പറ്റുമോ അതെല്ലാത്തിനകത്തേക്കും ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് ഉള്ള സ്ഥലമാണ് പൂനെ. ഒരുപാട് രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ഉണ്ട്. എൻ്റെ റൂംമേറ്റ് തന്നെ ഇറാനിയനായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാ രാജ്യക്കാരുടെയും ഈ റിപ്പബ്ലിക് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോം, ഡിഫറെൻറ്റ് കൾച്ചർ അവിടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു വന്നിട്ട്. അപ്പോൾ നമ്മളെല്ലാത്തിനെയും അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ബേസിക്കലി അങ്ങനെയാണല്ലോ ആ ക്യാരക്ടറാണ്. എല്ലാത്തിനോടും കൂടി നമ്മൾ കാണുന്ന എല്ലാം വന്നിട്ടൊരു അത്ഭുതത്തോടെ കാണുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നത്. ഭയങ്കര ഫാൻറ്റസിയിൽ നമ്മൾ കിട്ടുന്നതിനെല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതിനകത്ത്. അപ്പം അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. പെട്ടെന്ന് ഞാൻ ഷിഫ്റ്റായി. എൻ്റെ പടം റിലീസാവുന്നവരെ ഞങ്ങളിങ്ങനെ കറങ്ങി കിടക്കുവാണ്. കൂടുതൽ രാഗം റിലീസായി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞു ഐ സോ മൈസെൽഫ് ഐ വാസ് എ സ്റ്റാർ. അപ്പോൾ ഞാനുണ്ട് ശങ്കരൻ, ഞങ്ങൾക്ക് വി കുഡ്ന്റ് ബിലീവ്
കാരണം ഭയങ്കര ക്രൗഡ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രൗഡ് കൊണ്ട് നിറയാണ് എവിടെ ചെന്നാലും. നമ്മൾ ആദ്യം തിയേറ്ററുകളിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പം തന്നെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്. ആദ്യത്തെ ഷോ ഞങ്ങൾ പേടിച്ചിട്ട് പോയില്ല, ഞാനും ശങ്കറും. എന്തുണ്ടാവും എന്നറിയില്ലല്ലോ ആ പടം റിലീസ് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞ് അത് ഹിറ്റായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവരെ കാണാൻ പോയതും പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളെ കൊണ്ട് പോയതും. ഞാൻ തിരിച്ചു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് വന്നിട്ട് 10, 15 പടം 20 പടം ബുക്കായി. എന്നാൽ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, ഹൂ ഇസ് ദിസ് ഗൈ എന്നുള്ള. പിന്നീടുള്ള ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഞാൻ അതുവരെ ഉണ്ടായിരുന്ന ഞാനല്ലായിരുന്നു, ഇതിൽ ഫ്ലോട്ട് ചെയ്യായിരുന്നു. ആ സ്റ്റാർഡത്തിൻ്റെ എൻജോയ്മെൻറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അതിലൂടെ ഉള്ള ഒരു യാത്രയായിരുന്നു. സോ അത് പിന്നീട് സുമേന്ദ്ര റോയിനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ പറയാനുണ്ടായ കാരണം അതാ. സുമേന്ദ്ര റോയിലൂടെ ഞാൻ വർക്ക് ചെയ്യാൻ കാരണമായി. സത്യജിത്രയുടെ ക്യാമറമാൻ അവിടെ പെട്ടെന്ന് സ്റ്റോപ്പായി. അവിടെ എന്ന് പറഞ്ഞാൽ അവിടം തൊട്ട് ഞാൻ പെട്ടെന്ന് അതുപോലെ അല്ലാത്ത തമിഴ്നാട്ടിലുള്ള ആർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധമായി. അപ്പം അതുവരെയും പിന്നെ ഞാൻ ഈ കുറച്ച് നാൾ ഇങ്ങനെ ഒരു മയക്കത്തിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റാർഡത്തിൻ്റെ അതിൽ നിന്ന് പെട്ടെന്നൊരു ബ്രേക്ക് ആവുക. അപ്പം ഞങ്ങൾ പഠിച്ച ക്യാമറമാൻ, എല്ലാ സത്യത്തിലയുടെ പടവും ചെയ്തേക്കുന്ന ക്യാമറമാൻ, അയാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുക പറയുമ്പോൾ സുമേന്ദ്ര എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. പുള്ളി ഞാനുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷനായി ശരിക്കും. അപ്പോൾ പുള്ളി എൻ്റെ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ ആദ്യം എന്നെ റിജക്റ്റ് ചെയ്താ. റിജക്ട് മീൻസ് ശരിയാവുമെന്ന് അത്ര ഒരു പെക്യൂലിയർ ക്യാരക്ടർ അത്. ശരിക്കും ഒരു നക്സലൈറ്റിൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അപ്പം തന്നെ ഒരു വാശിക്ക് പോയി എന്നെ മാറ്റി അതിനുള്ള മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് ഞാൻ വന്നപ്പോൾ പുള്ളി ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. അത് കഴിഞ്ഞ് പുള്ളി ഓരോ ദിവസം തോറും പിന്നെ ഐ കുഡ് വിൻ ഹിം ആക്ച്വലി ഇൻഫാക്ട്. സോ ഇവൻ കുഴപ്പമില്ലല്ലോ എന്ന് പുള്ളിക്ക് തോന്നി. പുള്ളി ഭയങ്കര കാര്യമായി. അത് കഴിഞ്ഞ് പുള്ളി ഞാനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റായി. ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത്, ക്യാമറ പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഈവൻ പുള്ളി ഷെഡ്യൂൾ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അന്ന് തമിഴ് പടത്തിൽ മറ്റേ രജനിയുടെ ഒക്കെ അഭിനയിക്കുന്ന സെറ്റിൽ വരും. പുള്ളി കണ്ടിട്ടേ പോകുള്ളൂ. പുള്ളി പറഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത്, അല്ല ഞാൻ ഷർമിള ടാഗറിൻ്റെ കൂടെ വർക്ക് ചെയ്തില്ല, ഞാൻ പോയി കണ്ടിട്ടില്ല, യു മെയ്ഡ് മീ ടു കം, കാരണം എനിക്ക് ഇതിനത്ര ഇഷ്ടമാണ്. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ടെല്ലിങ് മീ ദിസ് ഈസ് നോട്ട് യുവർ ലൈഫ്. ഈ കോപ്രഞ്ഞം കാണിക്കലല്ല നിൻ്റെ ബേസിക് ആയിട്ടുള്ള അത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ അതല്ല, യു ഷുഡ് ചൂസ് യുവർ പാത്ത്, ഡെസ്റ്റിനിയുടെ അത് നീ തന്നെ തിരിച്ചറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തൊട്ട് എന്നാലും ഞാനതിനെ ബാധിച്ചില്ല അന്ന് ആ ഫസ്റ്റ് പടത്തിൽ. പക്ഷേ സെക്കൻഡ് ഫിലിം കഴിഞ്ഞപ്പോൾ 2 പടം ചെയ്തല്ല, കുറച്ച് ഒരു ഗ്യാപ്പ്. അത് കഴിഞ്ഞ് വേറെയും അതുപോലത്തെ ഒരു ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഒരുപാട് ചാൻസായി. ഇതിൻ്റെ ആ ഫാൻറ്റസി അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ. മറ്റേതെന്ന് പറയുന്നത് ഒരു ദിവസം 4 പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ എന്ന് പറഞ്ഞാൽ അടുത്ത വാരിസ് ചെയ്യുന്നത് ഒരു സെറ്റിൽ നിന്ന് 9 വന്ന് അടുത്ത വാരിസിൻ്റെ ഷൂട്ട് രജനി ശ്രീദേവി ഒരു ഷോട്ട് ഇവിടെ അഭിനയിച്ച്, ഹാസൻ്റെ തിമിംഗലം എന്ന് പറഞ്ഞ പടം 8 നടന്നുകൊണ്ട് മേക്കപ്പ് ചെയ്ത് ഇവിടെ വന്ന് അഭിനയിച്ച്, ഒറ്റ ഷോട്ടിൽ അപ്പുറത്ത് പോയി അഭിനയിച്ച്, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോട്ട് വരെ ഇവർ വെയിറ്റ് ചെയ്യും. അത് ഇവരുടെ ഡേറ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും. ആ ഒരു ഫാൻറ്റസിയും എല്ലാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് യൂഷ്വൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണല്ലോ. അതിൻ്റെ പീക്കായിരുന്നു ശരിക്കും. ഒരു സ്റ്റാർഡത്തിൻ്റെ എക്സാക്റ്റ് ലൈക്കിനോ എൻ്റെ ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് കയ്യെന്ന് പറഞ്ഞ ബൈക്കിൽ എൻ്റെ ഫ്രണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അവരെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന ഡോക്ടറാണ്. അവരെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഫ്ലൈറ്റിലവിടെ ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റാർഡത്തിൻ്റെ പ്രത്യേകത അറിയാം. നമ്മൾ ഒരു സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു സംഭവമായിട്ട് മാറും. അത് കുറച്ച് നാളൊക്കെ ഓക്കെ. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ എപ്പോഴും വാച്ച്ഡാണ്. നമ്മുടെ ഒരുപാട്
നമ്മൾ എന്ത് ചെയ്യുന്നതും ഗോസിപ്പായിട്ട് മാറാൻ തുടങ്ങി. ഇപ്പം ഞാൻ പത്രം വായിക്കാതായി. അങ്ങനെ ഒരുപാട് ചിത്തപ്പേരുകൾ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ മേടിച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി കാരണമായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും എനിക്ക് പറ്റുന്ന. അഭിനയിച്ച കഥാപാത്രങ്ങളാണോ അതിന് കാരണമായിട്ടുണ്ടാവുക? ആ രീതിയിലുള്ള രണ്ടുമല്ല, എൻ്റെ ക്യാരക്ടറുണ്ട്. എൻ്റെ ക്യാരക്ടർ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലല്ല നിന്നെ, മനസ്സിലായില്ലേ? അല്ല, പൊതുവെ ഫ്രീക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും വലിയ ആ കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ടില്ല. എന്തോ പിന്നെ കഞ്ചാവാണ്, അല്ലെങ്കിൽ അവരെ ഒരു വേറൊരു തലത്തിലാണല്ലോ ആളുകൾ കാണുന്നത്. അങ്ങനെ കണ്ടുപോയതാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിലായിരുന്നോ അങ്ങനെ? അല്ല, ഐ കാൻ സേ ദാറ്റ് വെദർ usual code wise I am right. Maybe not because of that actually, because it's എന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ശരി. എന്നും എനിക്ക് എൻ്റേതായ ഒരു വോയിസ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫോളോ ദാറ്റ്. അതൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും പല സ്ഥലത്തും ഏറ്റവും എൻ്റെ പേരിലുള്ളൊരു കംപ്ലൈൻ്റ് അതായിരുന്നു. എൻ്റെ വോയിസ് ഞാൻ എപ്പോഴും പറയും. എനിക്ക് പറയാൻ എതിർക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കാര്യം തുറന്നു വരും. ഞാൻ പല ഇഷ്യൂസിലും അങ്ങനെ ഇടപെട്ടിട്ടുണ്ടല്ലോ. സി ദിസ് ഇസ് വൺ ലൈഫ്, സോ ഐ വോണ്ട് ടു ലീവ് ആസ് സിൻസിയർ ടു മൈസെൽഫ് ഫസ്റ്റ്. അതെ. സോ ഞാൻ ഐ ആം സിൻസിയർ ടു മൈസെൽഫ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് എൻ്റെ കൺസെപ്റ്റുകളെ സാക്രിഫൈസ് ചെയ്യാൻ പലപ്പോഴും തയ്യാറായിട്ടില്ല. അത് എനിക്ക് പറ്റാറില്ല. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഞാൻ തന്നെ. പക്ഷെ അത് എന്നെ ഇങ്ങനെ തേട്ടി വരും. ചിലപ്പോൾ ദേഷ്യമാണെങ്കിലും ചില കാര്യങ്ങൾ പറയാനാണെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും, ഉറങ്ങാൻ പറ്റാതാവും. മൈ നേച്ചർ ആക്ച്വലി അത് അങ്ങനെ ആയിപ്പോയി ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വന്നിട്ട് ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ചിലയിടത്ത് നോ പറയുന്ന സ്ഥലങ്ങളൊന്നും പലരോടും ഞാൻ അങ്ങനെ പറയാൻ പാടാത്തതായിരുന്നിരിക്കാം. നോ ഐ വോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ട് അഹങ്കാരിയാന്നുള്ള പേര് കിട്ടി. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ആക്ച്വലി. വെൻ ഐ എം നോട്ട് കംഫർട്ടബിൾ ഐ ഹാവ് ടു സേ ദാറ്റ് ഐ എം നോട്ട് കംഫർട്ടബിൾ. ഐ എം നോട്ട്. If I am comfortable, yes. See, നമ്മുടെ ഒരു ബേസിക് സ്പേസ് ഉണ്ട് യൂഷ്വലി എല്ലാവർക്കും. നമ്മൾ അത് അവനവൻ്റെ എൻ്റെ നേച്ചർ പ്രകാരം ഞാൻ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. I want to be happy actually, and to be happy I should make me happy. അതെ. അല്ലേ? ആൻഡ് ഐ ഷുഡ് ഫൈൻഡ് എൻ്റെ ഹാപ്പിനെസ് മറ്റതിലേക്ക് ഞാൻ കാണാനായിട്ട് ഞാൻ കൾട്ടിവേറ്റ് എടുക്കാറുണ്ട് പലതും. അപ്പോൾ അത് തന്നെത്താനെ പിന്നെ അത് നമ്മുടെ ഭാഗമായിട്ട് വരും. ബൈ നേച്ചർ നമ്മുടെ ഹാപ്പിനെസ്സും മറ്റുള്ളത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വയമായിട്ട് നമ്മുടെ മാറിയ ഹാപ്പിനെസ്സും കൂടിയാണ് നമ്മൾ ജീവിച്ചു തരിക. നമ്മുടെ ടേസ്റ്റുകൾ തന്നെ നമ്മൾ പലതിനെ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ പുതിയതായിട്ട് കാണുമ്പോൾ വേറെ ഒന്നിനെ കാണുന്നത്. അതേപോലെ സിനിമകളുടെ ആഗ്രഹങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് ഇൻ്റലക്ച്വൽ സൈഡിലേക്കുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ കാര്യം. ആ സമയത്താണ് ഞാൻ ഈ തെരുക്കൂത്ത് എന്ന് പറയുന്ന ഫിലിം എടുക്കാനല്ല തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ തെരുക്കൂത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ഡ്രാമ, കഥകളി, ഒരു റിച്വൽ സാധനമാണ്. ഒരു അമ്പലവുമായിട്ട് ദ്രൗപദി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ട് ഫോം. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മൈൻഡുകൾ ഈ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധങ്ങളുണ്ടല്ലോ. ഞാൻ ഓഫ് ബീറ്റ് ഫിലിമുകളുമായിട്ടുള്ള തമിഴ്നാട്ടിലെ വളരെ കുറച്ച് പേരാണ്. ബട്ട് ദേ ആർ ഓൾ പൊളിറ്റിക്കലി ഉള്ള ഒരു തമിഴ് വാദികളൊക്കെ ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നു. ആ സമയത്താണ് LTTയുടെ ഒക്കെ ട്രെയിനിങ്ങുകൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. മിക്കവാറും പേർക്ക് അതിനോടൊരു സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട്. 80കളുടെ ലാസ്റ്റ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും അവർ താമസിക്കുന്നുണ്ട്. നമ്മുടെ ചില തമിഴിയൻസുമായിട്ട് കഥകൾ കേൾക്കുന്നു. അപ്പോൾ ബേസിക്കലി ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആൻഡ് ഇമോഷണൽ ആളായതുകൊണ്ട് എനിക്ക് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അവരുടെ വേദനകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ ഈ പീപ്പിൾസ് വാർ ഓർഗനൈസേഷനൊക്കെ ആയിട്ടുള്ള ഹാർഡ് കോർ
അവിടെയുള്ള ആ സമയത്തുള്ള ML ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഫിലിം ആ സമയത്ത് ഞാൻ ഒരുപാട് അവിടെയുള്ള സൊസൈറ്റികളൊക്കെ ആയിട്ട് ഈ പട്ടിമന്ത്രമൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ തെരുക്കൂത്തിൻ്റെ സംഭവമായിട്ട്. അപ്പോൾ അതിന് റിസർച്ചിലേക്ക് ഞാൻ ഇറങ്ങി. യഥാർത്ഥത്തിൽ ഇതിനെ കൂടുതൽ പഠിക്കാനായിട്ട് ചുമ്മാ അങ്ങ് എടുക്കണതിനേക്കാളും നല്ലത്. കാരണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വായന കൂടി, പുസ്തകങ്ങളുടെ എണ്ണം കൂടി, വലിയ ലൈബ്രറിയായി. അപ്പോൾ അത്തരത്തിലേക്ക് വന്നുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും ചർച്ചകളും വന്നു. അത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ ഞാൻ പഠിക്കാനായിട്ട് നോക്കി, എന്താണിതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക്, ഞാനൊരു ഫെസ്റ്റിവൽ ഗൈ ആയതുകൊണ്ട് ഞാനത് പോകാൻ നേരത്തെ എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാനും വേറൊരു തരത്തിൽ എനിക്കിതിനെ കാണിക്കാനുമുള്ള ഒരു തോന്നലുണ്ടായി. നമുക്കുണ്ടാവുന്നല്ലോ സിനിമയിൽ. സാധാരണ യൂഷ്വൽ ഒബ്ജക്റ്റീവ് ഡോക്യുമെൻ്ററിനേക്കാളും അതിൻ്റെ ഒരു സബ്ജക്റ്റീവ് വശത്തിനെ നമ്മൾ തേടാൻ തുടങ്ങി. അതൊരു വലിയൊരു സ്റ്റംബ്ലിങ് പോയിൻ്റായിരുന്നു ആക്ച്വലി വന്നിട്ട്. ഞാൻ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും ലൈക്ക് ചെന്നൈ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, തഞ്ചാവൂർ, മധുരൈ യൂണിവേഴ്സിറ്റിയിലുള്ള ഈ തമിഴ്, പിന്നെ വേൾഡ് തമിഴ് സെൻറ്ററൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെടുകയും, അപ്പോൾ തമിഴ് ലിറ്ററേച്ചറിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമായി ശരിക്കും. അങ്ങനെ അതൊരു ശരിക്കും അതിലേക്ക് വില്ലേജ് തോറും കയറി കിടക്കുക. ഇതിൻ്റെ പെർഫോമൻസ് ഉള്ള സ്ഥലങ്ങളുള്ള വില്ലേജിൽ അതിൻ്റെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ കൂത്തുപട്ടറയായിട്ട് എനിക്ക്, അല്ലെങ്കിലും ഞാൻ അഭിനയിച്ച ഈ ആദ്യ സുമേന്ദ്രയോട് അഭിനയിച്ച പടത്തിലെ കൂത്തുപട്ടറയുടെ ആൾക്കാരുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. അവർ ഈ കൂത്തുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ അത് തന്നെയാണ് ഞാനിത് എടുക്കാനും കാരണം. അങ്ങനെ എനിക്ക് ശരിക്കും ഞാൻ പെട്ടെന്ന് മൈസെൽഫ് ഇതിൻ്റെ ഒരു മിഡിലായി. അപ്പോൾ ഇത് ടോട്ടലി ഇതിൻ്റെ ഒരു ലോകം വേറൊന്നാന്ന് ഞാൻ എക്സൈറ്റഡായി. എങ്ങനെ ശരിക്കും ഒരു ദ്രൗപദി അമ്മൻ്റെ കോവിൽ, അതിൻ്റെ ഭയങ്കര ഒരു ഫിലോസഫി ഉണ്ട്. ഒരു മഹാഭാരതത്തിൽ പാഞ്ചാലിയുടെ കഥാപാത്രമല്ല മെയിൻ, പക്ഷേ ഇവിടെ വരുമ്പോൾ ദ്രൗപദിയാണ്, പാഞ്ചാലിയാണ് മെയിൻ കഥാപാത്രം. ദ്രൗപദിയുടെ ഒരു അമ്പലം, അതിന് ചുറ്റും മറ്റുള്ളവരാണ്. അതിന് ബേസിക് ഒരു കാരണം തമിഴ് കൾച്ചർ അമ്മൻ വഴിപാട് കൊണ്ടവരാണ്. സ്ത്രീയാണ് മെയിൻ. ആ സമയത്ത് അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയ ആര്യ സംസ്കാരത്തിൽ വന്നിട്ട് സെക്കൻഡറിയാണ്, മെയിൽ ഗോഡാണ്. ഓൾ ദാറ്റ് ഗോഡസസ് ആർ ദ വൈഫ് ഓഫ് ഗോഡ്, ത്രിമൂർത്തികളുടെ. ഇപ്പം മെയിലിനാണ് നിങ്ങൾ അതിനകത്തൊരു ബുക്ക്, റിസർച്ചിലൊരു ബുക്ക് ഉണ്ട് ലൈക്ക് പിന്നെ ആര്യ ഇതിനകത്തേക്ക് സെക്കൻഡറി ആയിട്ട് വരും. ലൈക്ക് പിന്നെ ബ്രഹ്മ, ശിവ, വിഷ്ണു മെയിൻ ഇത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അമ്മൻ വഴിപാടാണ്. മനസ്സിലായ? അമ്മനാണ് ഇമ്പോർട്ടൻ്റ്, സ്ത്രീയാണ്. ദ്രാവിഡ സംസ്കാരം അങ്ങനെയാണ്. അപ്പോൾ ഈ മഹാഭാരതം ആര്യൻ്റെ ഈ ടെസ്റ്റ് ഒരു ദ്രാവിഡൻ എനാക്ട് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ടോട്ടൽ ചേഞ്ച് ആവുക. മനസ്സിലായോ? ദ്രൗപദി സെൻട്രൽ ക്യാരക്ടറായിട്ട് മറ്റൊരു സബ് ക്യാരക്ടറായിട്ട് മാറുകയാണ്. അതിന് മുൻനിർത്തിയാണ് ഈ 18 ദിവസത്തെ ഈ മഹാഭാരത കൂത്തും അതിനകത്തേക്ക് ഒരുപാട് റിച്വൽസുകളാണ്. അപ്പോൾ ഭയങ്കര സംഭവമാണത്. ശരി. എനിക്ക് തെരുക്കൂത്ത് പൊതുവെ സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം കൊടുത്തും കൊണ്ടാണോ അതിൻ്റെ എല്ലാ അല്ല സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം അല്ല. കാരണം അവരുടെ സബ്ജക്റ്റുകൾ കാണുമ്പോഴേ അവരുടെ കൾച്ചർ അതിനകത്തേക്ക് ഇൻക്ലൂഡഡാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ആ സമയത്ത് ഞങ്ങൾ പോയി എടുത്ത ഒരു സ്ഥലം ദൂഷി എന്ന് പറഞ്ഞ ഗ്രാമം. ഒരു സ്ഥലത്ത് ബ്രാഹ്മണരും ഒരു റോഡിൻ്റെ അപ്പുറത്ത് വന്യരും താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത്. രണ്ടുപേർക്കും കൂടിയാണ്. അപ്പോൾ 6 വർഷമായിട്ട് നടക്കാത്ത ഒരു ഉത്സവത്തിനെ നടത്തിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇപ്പോൾ അതിനകത്ത് അർജുനൻ തപസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അർജുനൻ തപസ്സിന് പോകുന്നത്. അപ്പോൾ അതിന് ശരിക്കും ഒരു പനേനെ വെട്ടി അതിനകത്തേക്ക് കമ്പൊക്കെ കെട്ടി 18 പടി കെട്ടി ഓരോ പടിയിൽ നിന്ന് പാടിയാണ് അവസാനം മോളിൽ പോയി ഇരുന്നിട്ട് തപസ്സിരിക്കുന്നത്. ആ സമയത്ത് പുള്ളി എറിയുന്നതാണ് നാരങ്ങയും പൂവൊക്കെ ആയിട്ട് എറിയുന്നുണ്ട്. ഇതിങ്ങനെ വീഴുകയാണ്. സോ അത് ബേസിക്കലി ഇതിനകത്തേക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് സോ മെനി തിങ്സ് ആക്ച്വലി. ലിംഗത്തിൻ്റെയൊക്കെ ഉള്ള ഒരു രൂപമാണ് അത് തന്നെ പിന്നെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് അയക്കുമ്പോൾ ഈ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഗ്രാമത്തിന് ചുറ്റുമുള്ളവർ അവർ വരും. അപ്പോൾ അവരിങ്ങനെ മുന്താണി പിടിച്ച് നിൽക്കും. അപ്പോൾ അതിൽ വീഴുന്നതിൽ പൂക്കളൊക്കെ വീണാൽ അവർക്ക് അടുത്ത വർഷം കുട്ടികളുണ്ടാവും എന്നുള്ളതാണ്. ഒരു ഭയങ്കര കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇത് മാത്രമല്ല
ഒരുപാട് ഭയങ്കര ആയിട്ട് ശരിക്കും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ആർട്ട് ഫോമാണ് തെരുക്കൂത്ത്. ലൈക്ക് എല്ലാവരും അതിനകത്ത് ഭാഗമാവുന്നുണ്ട്. ഓരോ പണി ചെയ്യുന്നതിനും ഇപ്പോൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവൻ, ഇതിനകത്ത് ശിലകൾ ഉണ്ടാക്കുന്നത് മരപ്പണിക്കാരൻ, അങ്ങനെ ഓരോ ക്രാഫ്റ്റ് ചെയ്യുന്ന ആ വില്ലേജിലെ ആൾക്കാരല്ലേ, ഇവരെല്ലാം ഈ ഉത്സവത്തിൻ്റെയും ഈ നാടകത്തിൻ്റെയും ഭാഗമാണ്. മനസ്സിലായില്ലേ? എല്ലാവരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും വന്നിട്ട്. എന്നിട്ട് ഇതിനെല്ലാം ബെഞ്ചടക്കം അതിന് വിഷുപ്പലക എന്ന് പറഞ്ഞ ഭാഗമാണ്. അത് ഒരു ബെഞ്ചാണ് കൊണ്ടിടുന്നത്. വൈകുന്നേരങ്ങളിൽ ഡ്രാമ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പകല് എല്ലാത്തിനകത്ത് ഫുൾ ഡേയിലൊക്കെ ഉണ്ട് ഈ സംഭവങ്ങൾ. ജനങ്ങളുടെ ഇടയിൽ കൂടെ ഡാൻസ് ചെയ്ത് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് ഈ ഉത്സവത്തിന് മുമ്പ്. അത് ഇത് തന്നെ സിംഹാസനാവും, ഇത് തന്നെ മനുഷ്യനാവും, ഇത് തന്നെ എല്ലാമായിട്ട് മാറും. ഈ ഒറ്റ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ബെഞ്ചേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഭയങ്കര രസമല്ലേ. അതേപോലെ തന്നെ ജനങ്ങൾ മറ്റേ ഓഡിയൻസിൽ അവർ ചിലപ്പോൾ പാർട്ടിസിപ്പൻ്റ് ആവും. അവരെ വിളിച്ചിട്ടായിരിക്കും അവർ ഈ കൗരവസഭയിലെ രാജാക്കന്മാരായിട്ടൊക്കെ നിൽക്കുക. അപ്പോൾ അതിന് ഒരുപാട് ഈ പ്രാവശ്യം കണ്ടവരൊക്കെ ആണെങ്കിൽ അവന്മാർ ഡയലോഗൊക്കെ പറയും. സ്ഥിരം ഇതേ വില്ലേജിൽ വന്ന് കാണുന്നവരാണ് ഇതെല്ലാം. അപ്പോൾ അതേപോലെ തന്നെ ദുര്യോധന വധം എന്ന് പറയുന്നത് സംഭവം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ ഒരു ഏണി പോലത്തെ അതിനകത്തേക്ക് കയറ്റിക്കൊണ്ട് വല്ലതും ദുര്യോധൻ്റെ ഒരു വലിയ പടുകളെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ശിലയുണ്ട്, 30 അടി നീട്ടത്തിൽ. അത് അവിടെ ഉണ്ട്, അത് അവർ കറക്റ്റ് ചെയ്ത് വെക്കും. അത് ആ ഗ്രാമത്തിലുണ്ട് അങ്ങനെ കെട്ടി വെച്ചേക്കണത്. പക്ഷെ അത് എല്ലാ ഉത്സവമാകുമ്പോൾ അതിനെ നന്നാക്കി വെക്കും. എന്നിട്ട് അതിന് കണ്ണ് വയ്ക്കുന്നതോടുകൂടിയാണ് അതിന് ജീവൻ വെക്കുന്നത്. അതിന് ജീവനായി എന്നുള്ള. അതിനുശേഷം ഈ തുടക്കടിച്ച് കൊന്നതിന് ശേഷം ഈ ജനം മുഴുവനും ഈ ദുര്യോധൻ്റെ ഈ ഇതിലേക്കുണ്ടല്ലോ കിടക്കുന്ന ഈ 30 അടി അതിലേക്ക് ചവിട്ടി കയറുകയാണ്. എന്നിട്ട് അവർ ചവിട്ടി മെതിക്കുകയാണ് അതിനെ. അതിനുശേഷം ഇവർ തന്നെ മണ്ണെടുത്തുകൊണ്ട് പോകും. ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇത് അറുവട മീൻസ് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാലത്താണ് ഇത് നടക്കുക. എന്നിട്ട് അത് പാടത്ത് കൊണ്ടുവന്ന് ഇടുകയാണ്. അത് അടുത്ത വർഷം നല്ല വിലയുണ്ടാകാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു മഹാഭാരതത്തിൻ്റെ ഈ ആര്യ സംസ്കാരം ദ്രാവിഡൻ അതിനെ എനാക്ട് ചെയ്യുമ്പോൾ മഹാഭാരതത്തിൻ്റെ ദ്രൗപദി അമ്മൻ്റെ കോവിലിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവൻ്റെ കൾച്ചർ, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ PhD ചെയ്യുന്ന പലരും ഉണ്ട് ഇതിനോട് ചർച്ച ചെയ്യും കാര്യങ്ങൾ. അപ്പോൾ എൻ്റേതായ കാഴ്ചപ്പാടിലൂടെ ഞാൻ അതിൽ നിന്ന് വേറൊന്നും ഉണ്ടാക്കിയെടുക്കണമല്ലോ ഈ സിനിമയിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഐ റിയലൈസ്ഡ് ഇൻ ഫാക്ട് ആക്ച്വലി ദിസ് എന്തുകൊണ്ട് ഇത് എനാക്ട് ചെയ്യപ്പെടുന്നു. ആർട്ട് കാരണം ദ്രാവിഡ റിലീജിയൻ അല്ലല്ലോ ഇതിപ്പോൾ. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് കാണാൻ പറ്റും, കോഴി അടുത്താണ് ഇവർ പൂജ ചെയ്യുന്നത്. മറ്റവർ ഭയങ്കര പൂവൊക്കെ വെച്ചിട്ടാണ് ബ്രാഹ്മണൻ പൂജ. 2 പൂജയും നടക്കുന്നുണ്ട്. മറ്റത് അമ്പലത്തിന് പുറത്തും ഒന്ന് അമ്പലത്തിനുള്ളിലും. അപ്പോഴാണ് സ്ട്രൈക്കിംഗ് ആസ് ആക്ച്വലി. സോ ദേ ആർ ദീസ് ആര്യ ടെസ്റ്റ് ഹാസ് ബീൻ ഇമ്പോർട്ടഡ് ടു ദ്രാവിഡൻ. സോ ദർ ആർ ലോട്ട് ഓഫ് പർപ്പസ്. സോ അതിലൂടെയാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്. ലൈക്ക് അപ്പോൾ ഖത്താറൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബന്ധമായി. പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ. സോ ദേ വെർ യൂസിങ് സ്ട്രീറ്റ് ഡ്രാമ. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരുപാട് സ്ട്രീറ്റ് ഡ്രാമ ഭാരത സർക്കാരിൻ്റെ ഫോം ചെയ്യുന്ന രാമസ്വാമി ഗ്രൂപ്പ്, അവരുടെ സ്ട്രീറ്റ് ഡ്രാമ ആൾക്കാർ, ഒരുപാട് തിയേറ്റർ ഗ്രൂപ്പുകളാണല്ലോ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം ഉണ്ടായതുകൊണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടായതുകൊണ്ട് ചർച്ചകൾ ആ വഴിക്ക് പോയി. അപ്പോൾ അതിൽ ഖത്താറുമായിട്ട് നമ്മൾ ഈ പടത്തിലേക്കാണ്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ലുക്ക്, ഈ തെരുക്കൂത്തിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ ആർട്ട് ഫോം ആക്ച്വലി ഒരു എക്സ്പെരിമെൻറ്റ് ഫിലിം ആവുകയാണ്. ഒരാളുടെ യാത്രയായിട്ട് അന്വേഷണമായിട്ട് മാറി. എൻ്റെ ഒരു സബ്ജക്റ്റീവ് അതിൻ്റെ പേരിൽ ഒരു ക്യാരക്ടർ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവനിതിലൂടെ ഒരു യാത്രയുണ്ട്. അവൻ്റെ മോണോലോഗിലൂടെ ഇവൻ്റെ ക്വസ്റ്റ്യൻസുകൾ ഇതിനകത്ത് ഇടയ്ക്ക് വരും. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള തെരുക്കൂത്തിൻ്റെ സാധനവും വരും, സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും. അതിനുള്ളിൽ തന്നെ ഇതിൻ്റെ മോണോലോഗിലൂടെ ഇവൻ്റെ സബ്ജക്റ്റീവ് പെർസെപ്ഷൻസ് ഉണ്ട്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് അതിനകത്തേക്ക് നമ്മുടെ എന്തൊക്കെയുണ്ട് അത് നമ്മൾ അതിനകത്തേക്ക് കയറ്റാൻ നോക്കാൻ തുടങ്ങി.
അപ്പോൾ അതിനേക്ക് സ്റ്റഡിയായി. അപ്പോൾ സോ ദാറ്റ് ചേഞ്ച് മീ. ദാറ്റ് വാസ് ദ റീസൺ ആക്ച്വലി. ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹിറ്റായി ആ പടം, ഭയങ്കര ടോക്കായി. രണ്ട് തരത്തിൽ. അത് എൻ്റെ ക്യാരക്ടർ ഭയങ്കര നെഗറ്റീവായിട്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ മദറിൻ്റെ പേഷ്യൻസ് വന്നേ പറയും, ഡോക്ടർ എത്ര പാവ, മകൻ എത്ര ദുഷ്ടനാന്ന് പറയാം. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. മകൻ എത്ര പ്രാവശ്യം കേൾക്കാൻ പറ്റും. അവർ ആത്മാർത്ഥമായിട്ടാണ് പറയണത്, ആ കൊച്ചിനെ കൊല്ലും ഡോക്ടറെ, അവൻ ചവിട്ടിയ കൊല്ലാണ്, എന്തൊരു ദുഷ്ടനാന്ന് പറയുമ്പോൾ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം ക്യാരക്ടറിന്റെ വിജയമാണല്ലോ, അഭിനേതാവിന്റെ വിജയമാണല്ലോ. അല്ലെ, യഥാർത്ഥത്തിൽ അത് നമ്മൾ ഒരു അനാലിസിസിന്റെ പേരിലേക്ക് ഇതൊക്കെ പറയാം. അതിനെ നേരിട്ട് അനുഭവിക്കുന്നതിനകത്ത് പിന്നീട് ചിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയാം, മദ്രാസിലെ മോനായിട്ട് എന്നെ കണ്ടവരുണ്ട്. അത് ഭയങ്കര കാര്യമാണ്. എൻ്റെ കല്യാണം വരെ മുടങ്ങിയത് ഞാൻ അവരുടെ വിചാരം ഞാനാണ് മദ്രാസിലെ ആക്ച്വൽ മോൻ എന്ന്. ഞാൻ മദ്രാസിലെ മോനായിട്ട് അഭിനയം. അപ്പോൾ ഞാനൊരു കൊലപാതകിയായിട്ടാണ് എന്നെ കാണുന്നത്. എൻ്റെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇപ്പോൾ വാട്ടവർ നിങ്ങളിപ്പോൾ കാണുമ്പോൾ എന്നെ അങ്ങനെ തോന്നുന്നു പറയുന്നത് എൻ്റെ ക്യാരക്ടറാണ്. അപ്പം അത് ജനം വിശ്വസിക്കുമല്ലേ. നമുക്ക് ഓരോരുത്തടുത്തും പോയിട്ട് പറയാൻ പറ്റും അങ്ങനെയല്ല, ഇത് അതല്ല എന്ന് പറയാൻ പറ്റും, അത് സിനിമയല്ലേ എന്നൊക്കെ തോന്നിക്കാൻ പറ്റുമോ? പക്ഷെ അത് മനുഷ്യൻ അതങ്ങനെ ഉണ്ട്. അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം കൂടി ഇരിക്കുന്ന സമയമാണ് ഞാൻ ആക്ച്വലി വന്ന് ഇവിടെ എൻ്റെ ആ കാലഘട്ടത്തിൽ എൻ്റെ മാരേജ് കഴിഞ്ഞത്. എന്നെ ഈ പറയുന്ന ഞാൻ ഇവരുടെ കൂടെയാണല്ലോ. അപ്പോൾ LTTയിൽ മറ്റേ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ നടക്കുന്നു. ഇതിനകത്തൊക്കെ LTTക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ഈ ഫിലിമിന്. അങ്ങനെ അത് പിന്നീട് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. ബാൻഡായി LTT വാണ്ടഡ് ഇതായി. അപ്പോൾ ടോട്ടലി നമ്മൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇവരുടെ ഒരു ഭയങ്കര സ്ലോഗനൊക്കെ ഉണ്ട് അതിനകത്ത്. കാരണം എന്നെ എൻ മണ്ണിൽ പുതയ്ത്തായി പകൈവനെ എൻ മണ്ണെ നീ എങ്കി പുതയ്പ്പായി, അതിലാണ് അവസാനിക്കുന്നത്. എന്നെ എൻ്റെ മണ്ണിൽ കുഴിച്ചിടാം, പക്ഷെ എൻ്റെ മണ്ണ് നീ എവിടെ കുഴിച്ചിടും? ഭയങ്കര ഒരു ചോദ്യമാണ് ശരിക്കും വന്നിട്ട്. ഒരു നിനക്ക് അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. നീ എന്നെ എല്ലാത്തിനെയും എൻ്റെ ആഗ്രഹങ്ങളെ നീ കുഴിച്ചിട്ടാലും പിന്നെ ആ കുഴിച്ചിട്ടതിൽ തന്നെ ഞാനുണ്ട് ശരിക്കും. അതെവിടെ ഇടും? മനസ്സിലായ? അങ്ങനെ തന്നെ അത് നമ്മൾ ഒരുപാട് ലുക്കിലൂടെ നോക്കിയാൽ നമ്മൾ ഒരിക്കലും ഒന്നിനെയും അടിച്ചമർത്താൻ സാധിക്കില്ല. അവിടെ ആ മൂവി പിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതിൻ്റെ ഇല്ല ഞാൻ അതിനകത്ത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ശ്രീറാമ് ഞങ്ങളെല്ലാവർക്കും പിന്നീട് വന്നിട്ടുള്ളതിനകത്ത് അത് വലിയൊരു ഇഷ്യൂ ആയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു പ്രോ രീതിയിലേക്കൊന്നും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഇറ്റ്സ് എ ബാഡ് തിങ് ആക്ച്വലി. നമ്മളതിനകത്തുനിന്ന് പിന്നെ അതോടുകൂടി ഞാനത് ഭയങ്കര ഒരു എനർജറ്റിക്കിൽ പോയിരുന്നവനാണ്. ഞാൻ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് എനിക്കങ്ങനെ 2 സാധനം പറ്റിയിട്ടുണ്ട്. ഞാൻ റിപ്പോഞ്ചി മറ്റേ ദലൈലാമയുടെ കൂടെ വന്ന ഒരു സീനുണ്ടായിരുന്നു വന്നിട്ടുള്ള, മറ്റേ റിപ്പോഞ്ചി എന്ന് പറയുന്ന സന്യാസി. അദ്ദേഹമാണ് ദലൈലാമയുടെ കൂടെ യാത്ര ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ ക്ലാസ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ആഴ്ചത്തെ. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. നമ്മളെപ്പോഴും ഓരോരുത്തരും അറിയാനായിട്ട് ചോദിച്ചു കൂടുതൽ പോകുമല്ലോ. അങ്ങനെ ഭയങ്കര അടുത്തപ്പോഴാണ് അദ്ദേഹത്തിനടുത്ത് ഞാൻ ചോദിച്ചു. അദ്ദേഹമാണ് യാത്ര ചെയ്തത്. ഈ 14 ദിവസത്തെ യാത്രയാണ് ടിബറ്റിൽ നിന്ന് ചൈന ഇൻവേഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ഞാനിതിനെക്കുറിച്ചിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ആൻസർ ചെയ്യുക. ഞാനതിനെ ചുമ്മാ കവർ ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി ഞാൻ അതിൻ്റെ ഒരു കൺസെപ്റ്റ് കണ്ടു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒറ്റ ഷോട്ടിൽ തന്നെ അല്ല, 5 ഷോട്ട് ചുമ്മാ നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്നു. ദൈവം തന്നെ അവിടെ 1000 years ഓൾഡ് ബനിയൻ ട്രീ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ തിങ്സിലേക്ക് നമ്മൾ കയറുന്ന ഒരു സമയമാണല്ലോ, മൈൻഡല്ല 90s. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പുള്ളി മെഡിറ്റേറ്റ് ചെയ്ത് സോ യു ആസ്ക് മീ ദിസ് സോ ലെറ്റ് മീ ആൻസർ യു എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരു സംസാരിക്കുന്ന പോലെ ഹീ വിൽ സംസാരിക്കുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഫുൾ ക്യാമറ ഓണാണ് അയാളുടെ, വേറെ ഒന്നുമില്ല. അതിലിങ്ങനെ 5 ക്വസ്റ്റ്യൻസാണ് ഇങ്ങനെ. അതിലേക്ക് ഇദ്ദേഹത്തിൻ്റെ യാത്ര, അതിനെ ഓരോ ദിവസത്തിൻ്റെ യാത്രേനെ
അതെങ്ങനെയാണെന്ന് നന്നായിട്ട് വിവരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു ആക്ച്വലി. 5 കഴിഞ്ഞ 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചോദിച്ചത്, നിങ്ങളെല്ലാം നെഗറ്റ് ചെയ്യുന്നവരാണ്, then why you want your country back? He never said we want our country back. You know what he said? We wanted to preserve our culture. ഭയങ്കര ഒരു ഉത്തരമായിരുന്നു ശരിക്കും. ദാറ്റ്സ് എവരിബഡി ഈസ് റൈറ്റ്. അപ്പോൾ അന്ന് അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ടിബറ്റിയൻ സ്റ്റുഡൻസ്. അപ്പോൾ അവർക്കൊരു സോങ് ഉണ്ടായിരുന്നു. ഞാൻ അത് ഷൂട്ട് ചെയ്തു. അതാണ് എൻ്റെ ഒരു തെറ്റായിട്ട് കണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ ഇത് റോർ ഓഫ് ദ സൈലൻസ് എന്നാണ്. ഞാനപ്പോൾ അതിനകത്ത് ആ സമയത്താണ് അവിടെ ഒരു ഇവരുടെ ഒരു പ്രോബ്ലങ്ങൾ പല സ്ഥലത്തും ആത്മാഹൂതിയൊക്കെ നടക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്തപ്പോൾ ആരോ ചെന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു, തിയോസഫി എനിക്ക് ലീഗൽ നോട്ടീസ് അയച്ചു. ഞാൻ അവരോട് ചോദിക്കാതെയാണ് ഈ 1000 അവരൊക്കെ പെർമിഷൻ തന്നിട്ടാണ് ഞാൻ ചെയ്തത്. കട്ടിലുകൊണ്ടൊക്കെ ഇട്ടത് ഈ 1000 ട്രീയുടെ ചങ്ങലയിട്ടുണ്ടല്ലോ, അത് ഞാൻ ഭേദിച്ച് അതിനകത്ത് അത് ഡാമേജായി, അതിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് എ പ്രിസർവ്ഡ് തിങ്. പിന്നെ ഐ ഡ്രോപ്ഡ് ഇറ്റ്. കാരണം അത് ചൈനയ്ക്കെതിരായിട്ട് വരുന്ന ഒരു സാധനമായിട്ട് തോന്നുകയും അത് തിയോസഫിക്കൽ സൊസൈറ്റിക്ക് അത് പ്രോബ്ലം ആകും എന്നുള്ളതിൻ്റെ പേരിലാണ് അവർ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു സാധനമുണ്ട് ആക്ച്വലി ഈ പിള്ളേർ പറയുന്നത്. ഇത് രണ്ടും ഞാൻ നോക്കി പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ പറയേണ്ട, എനിക്കിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കാണിച്ചില്ലെങ്കിലും വലിയ സംഭവമായിട്ടൊന്നും ഞാനൊന്നിനും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. എനിക്കങ്ങനെ ഒരു സാധനം ഇല്ല. ബേസിക്കലി എൻ്റെ ആഗ്രഹം അത് വർക്ക് ചെയ്യുന്നതിലോടുകൂടി എൻ്റെ ആഗ്രഹങ്ങൾ കഴിയാറുണ്ട് ശരിക്കും. കാരണം റിസൾട്ടിനേക്കാളും ഉപരി നമ്മൾ എൻജോയ് ചെയ്യുന്നത് ദ പ്രോസസ് ഇസ് ആക്ച്വലി അതിനകത്തൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അതിലാണ് നമ്മൾ ചെയ്യുന്നത്. റിസൾട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് സാറ്റിസ്ഫൈയിങ് യുവർ ഈഗോ ആണ്. അപ്പോൾ ഉള്ളിൽ എപ്പോഴും ഒരു വിപ്ലവകാരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഒരു ബാക്കിയാന്ന് തോന്നും നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ടപ്പോഴും കണ്ടത് അല്ലേ? എല്ലാവരും പിന്നോട്ട് നിന്നപ്പോഴും പിന്നെ ഒരു സ്ത്രീ മുന്നോട്ട് വരികയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തത്. അല്ല, ഞാൻ അതിന് ബേസിക്കലി വളരെ ആവശ്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്ത്രീ ഇപ്പോൾ എനിക്ക് സിസ്റ്റർ ഇല്ല, പക്ഷെ ഞാൻ എനിക്കുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കണ്ടേ. അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ട് അതിനൊരു ഉത്തരം കിട്ടാതെ പോവുക എന്ന് പറയുന്നത്, ന്യായം കിട്ടാതെ പോവുക എന്ന് പറയുന്നത് നമ്മൾ ഈ സൊസൈറ്റിയോട് ചെയ്യുന്ന, അല്ലെങ്കിൽ സൊസൈറ്റി ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് അതിനെ ശരിക്കും. കാരണം ഒന്ന് ആലോചിച്ച് വയ്ക്കും, അത് ഒരു ന്യായം കിട്ടാൻ ഒരാളുടെ അവകാശമാണ് അല്ലേ? അത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും ശരിക്കും. ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. അത് സത്യമാണ്. നിങ്ങൾ ആരെന്ന് പറഞ്ഞോട്ടെ, അതായിക്കോട്ടെ, പക്ഷെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയ്ക്ക് ന്യായം കിട്ടേണ്ടത് ഈ ഒരു സൊസൈറ്റി ചെയ്യാൻ ഇവർ ബാധ്യസ്ഥനല്ലേ? അല്ലെങ്കിൽ എന്ത് സിസ്റ്റം, എന്ത് ഗവേൺ അല്ലെങ്കിൽ അല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരിലെ ഒരു സിസ്റ്റം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാലോചിക്ക്, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു കുട്ടി, അപ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിക്കാണെങ്കിൽ എന്തായിത്തീരും അത്? അപ്പോൾ എന്ത് ചങ്കൂറ്റാണ് ഇവിടെ ഉണ്ടാവുന്നത്? പബ്ലിക്കായിട്ട് ഒരു റോട്ടിൽ വെച്ചിട്ട് ഒന്ന് ആലോചിക്കുക, ഒന്ന് നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റുന്ന ഇതൊക്കെ കഥകളിൽ മാത്രം കാണുന്ന, ഇത് കേരളമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്ന ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കേ. the turmoil, she has gone through that particular moment when these people were attacking. ഒന്ന് ആലോചിച്ച് നോക്കേ. അത് ശരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്, അത് നമ്മൾ പറയേണ്ടതാണ്. അഫ്കോഴ്സ് അത് ഒരുപാട് കോൺസിക്വൻസസ് എനിക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കത് വിഷയമൊന്നുമല്ല, അതിലൊന്നും അല്ലല്ലോ. ഞാനെപ്പോഴും നമ്മളെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണമെന്നുള്ള പോലെ അതൊന്നും വലിയ വിഷയമല്ല ബേസിക്കലി. വന്നിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മനസ്സ് പറയുന്നതിനെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളോ അല്ലെങ്കിൽ അതുണ്ടാകുന്ന കോൺസിക്വൻസസോ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഫേസ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നും അത് ഞാനൊരു വിഷയമായിട്ട് കാണാറുമില്ല. അല്ല, ശബ്ദിക്കേണ്ട പലരും അന്ന് നിശബ്ദരായതും അതുകൊണ്ടായിരിക്കും. കാരണം
ആയിരിക്കാം. ഞാൻ അഭിപ്രായം പറയുന്ന ആളല്ല, അത് നമ്മുടെ ഒരു വിഷയമല്ല. ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് അത് തോന്നിയത് കൊണ്ട് ഞങ്ങളുമായിട്ടുള്ള ആൾക്കാർ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, PTA ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാം ഒരുമിച്ച്, ഞങ്ങളെല്ലാം കുറേ സമാനമായി ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് PT ആയിട്ട്. ഞാനും PT ഒക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതായിരുന്നു. നമ്മുടെ ജീവിതത്തിന് അത് PT ഒക്കെ അങ്ങനെ സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ തലത്തിലൂടെ. മനസ്സിലായില്ലേ? നമ്മളോട് തന്നെ നീതി പുലർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മളോട് തന്നെ ഒരു നീതി പുലർത്തുക, അത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ നിൽക്കുക. നമ്മൾ എല്ലാ കാര്യവും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും അത് കോർട്ടിൽ കേസായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മളന്ന് അതിനകത്ത് പിന്തിരിയണം എന്നുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു അല്ല, അതൊരു വിഷയമല്ല. അത് ഞാൻ അതിൻ്റെ ഒരു ടോപ്പിക്കേ അല്ല. ഞാനിപ്പോഴും എൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതിനകത്തേക്ക് ഒരു ന്യായം വരേണ്ടതാണ്. ഇനിയിപ്പോൾ അല്ല എന്ന് വരുമ്പോൾ മാത്രം നമ്മളിനി പ്രതികരിച്ചാൽ മതിയല്ലോ. അതല്ലാതെ ആവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും, അതിന് അങ്ങനെ നീതി കിട്ടാതെ പോയാൽ. പക്ഷേ ഇറ്റ്സ് അവർ സിസ്റ്റംസ് പ്രോബ്ലം. ആക്ച്വലി ഇത്രയും പ്രൊലോങ് ചെയ്യാൻ പാടില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ എവിടെ ടാമ്പറിങ് നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. നമ്മൾ ആരാണ് കുറ്റവാളി എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ഇറ്റ്സ് നോട്ട് മൈ ജോബ് ആക്ച്വലി. അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. അത് ആക്ച്വലി അത് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാക്കി വെക്കണം. അത് നീതി കിട്ടും എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഈ സിസ്റ്റം ബാധ്യസ്ഥയാണ്. അവർ ആക്ച്വലി ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്, ഇങ്ങനെ പ്രൊലോങ് ചെയ്യപ്പെടുന്നതിൽ. ആൻഡ് ദേ ആർ ബൗണ്ട് ടു ഡു ഇറ്റ്, അല്ലേ? കാരണം അതൊരു പ്രൊസീഡിങ്സ് ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ. അല്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസമുള്ള, ആരെ വിശ്വസിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്? അല്ലേ? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ന്യായങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഈ ലോകം എന്താവും, നമ്മുടെ ജീവിതം എന്താ അർത്ഥം ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരാൾ മാത്രമല്ല, എല്ലാവരിലേക്കും ആ ചിന്ത വരേണ്ടതാണെന്നുള്ള വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ശരിക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ ഫ്രീഡവും നമുക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ സമയത്ത് നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിൽ നിൽക്കാൻ നേരത്ത് അതിൻ്റെ ചില കോഴ്സുകൾ നമ്മൾ പാലിക്കാനും നമ്മൾ ബാധ്യസ്ഥനാണ്. മറ്റുള്ളവൻ്റെയും ഫ്രീഡത്തിൽ കൈകെടുത്തുന്നതിനകത്തേക്ക് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. You can live your life, you can actually freak out, but that doesn't mean that വേറൊരുത്തൻ്റെ നെഞ്ചത്ത് കയറിയാവരുത്.